الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. മുസ്ലിമായ ഒരു വ്യക്തി അവൻ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഞ്ചാമതായി പഠിപ്പിച്ച കാര്യമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യത്തിന്മേലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒന്നാമത്തെ കാര്യം അത് ഷഹാദത്ത് കലിമയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വ ഇഖാമിസ് സ്വലാത്തി, നമസ്കാരം അത് നിലനിർത്തുക, അതാണ് രണ്ടാമത്തെ കാര്യം. വ ഈതാഇസ് സകാത്തി, സകാത്ത് നൽകുക. വ സൗമി റമദാൻ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുക. അഞ്ചാമതായി റസൂലുള്ളാഹി പറയുന്നു വ ഹജ്ജിൽ ബൈത്ത്, ഹജ്ജ് നിർവഹിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അതിന്റെ തൂണുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജിന് ധാരാളം ശ്രേഷ്ഠതകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഹജ്ജ് നിർവഹിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരിപ്പിച്ച കൽപ്പനകൾ അതും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന വേളയിൽ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹ്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി, ഷഹാദത്ത് കലിമ ചൊല്ലുന്നതോടുകൂടി അവന്റെ മുൻപുള്ള തെറ്റുകളെല്ലാം അത് ഇല്ലാതാകുന്നതാണ് എന്ന് നിനക്കറിയില്ലേ? വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ, അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണാർത്ഥം ഒരാൾ ഹിജ്റ പോവുകയാണെങ്കിൽ അതിന് മുൻപുള്ള കാലഘട്ടത്തിലുള്ള തിന്മകളും തെറ്റുകളെല്ലാം അത് ആ ഹിജ്റ അതില്ലായ്മ ചെയ്യുന്നതാണ് എന്ന് നിനക്കറിയില്ലേ? എന്നിട്ട് അവസാനമായി റസൂലുള്ളാഹി പറയുന്നു വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് അതിന് മുൻപുള്ള തെറ്റുകളെ, പാപങ്ങളെ അതില്ലായ്മ ചെയ്യുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഒരാൾ നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവൻ എങ്ങനെയാണ് വരുന്നത്? റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിനം പോലെയാണ്, അഥവാ തെറ്റുകളില്ലാത്ത, പാപങ്ങളില്ലാത്തവനായിക്കൊണ്ടാണ് അവൻ കടന്നു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. പരിപൂർണമായ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ, തൗഹീദുള്ള, ബിദ്അത്തുകളില്ലാത്ത, സുന്നത്തിൽ അധിഷ്ഠിതമായ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, അൽ ഹജ്ജുൽ മബ്റൂർ, അതിനാണ് അൽ ഹജ്ജുൽ മബ്റൂർ എന്ന് പറയുക. അങ്ങനെയുള്ള ഹജ്ജ് ചെയ്ത ആളുകൾക്ക് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, റസൂലുള്ളാഹി വാഗ്ദാനം ചെയ്യുന്നത് അവർക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹജ്ജിന് ധാരാളം ശ്രേഷ്ഠതകൾ, അതിന് ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ പ്രതിഫലങ്ങൾ, ശ്രേഷ്ഠതകൾ, അതിനെക്കുറിച്ചല്ല നാം ഇന്ന് സംസാരിക്കുന്നത്, മറിച്ച് ഹജ്ജിന്റെ ദിനങ്ങൾ അത് നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജിന് പോകാനിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ കഴിയാത്ത, സാമ്പത്തികമായി ശേഷിയില്ലാത്ത ആളുകൾ ഉണ്ടാകും. എങ്ങനെയുള്ളവരാണെങ്കിലും ഈമാനുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ, അവർക്ക് ഹജ്ജിന്റെ ദിനങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈമാനികമായ ഒരു ഉന്മേഷവും ആവേശവും കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ഹജ്ജു മദ്റസത്തുൻ, ഹജ്ജ് എന്ന് പറയുന്നത് അതൊരു മദ്രസയാണ്, അതൊരു പാഠശാലയാണ്. ആ ഹജ്ജിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. ആ ഹജ്ജ് പലതും നമ്മോട് വിളിച്ചോതുന്നുണ്ട്. ആ ഹജ്ജ് പല കാര്യങ്ങളും നമ്മോട് വിളംബരം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നിന്റെ വിശ്വാസപരമായി, സ്വഭാവപരമായി, ഈമാനികപരമായി, അങ്ങനെ പല മേഖലകളിലും ഹജ്ജ് എന്ന് പറയുന്ന ആ വലിയ ഇബാദത്ത്, ആ വലിയ സൽക്കർമ്മം, അത് നമ്മോട് പല പാഠങ്ങളും പറയുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നുണ്ട്. ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസപരമായി, അഖീദയുമായി, തൗഹീദുമായി നമ്മുടെ ഹജ്ജ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ വിശ്വാസം, അയാളുടെ തൗഹീദ് അത് അചഞ്ചലമാകുമ്പോഴാണ്, അത് ഹൃദയത്തിൽ ഉറക്കുമ്പോഴാണ് അവന് ഇഹപര വിജയം നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തൗഹീദുമായി ബന്ധപ്പെട്ട് ആ തൗഹീദിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, ഹജ്ജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തൗഹീദിന്റെ പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്
തൗഹീദിന്റെ ഈ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, തൗഹീദിന്റെ ഈ വിളംബരത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ ധാരാളം ഇബാദത്തുകൾ അല്ലാഹു നമുക്ക് മതനിയമമാക്കിയിട്ടുള്ളത്. നമസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ഏത് ഇബാദത്തുകളും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതെല്ലാം തൗഹീദിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ റസൂലുമാരെ നിയോഗിച്ചതും ആ ഒരു കാര്യം അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് ഈ ഭൂമിയിൽ അത് പടുത്തുയർത്തുന്നതിന് വേണ്ടി, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, തീർച്ചയായും എല്ലാ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത്? അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിക്കണം എന്ന പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ, അമ്പിയാക്കന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ തൗഹീദിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്നു വർഗത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന അംബിയ മുർസലീങ്ങൾ അല്ലാഹു അയച്ചതും അവർക്ക് അല്ലാഹു കിതാബ് നൽകിയതും അതൊക്കെ തൗഹീദിന് വേണ്ടിയാണ്, ആ തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യം ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ തൗഹീദ് അതിന്റെ പൂർത്തീകരണമാണ്. അതുപോലെ തന്നെ ശിർക്കിനെതിരെയുള്ള പ്രഖ്യാപനമാണ് ഹജ്ജിന്റെ, അതിന്റെ തുടക്കവും അതിന്റെ ഒടുക്കവും അതിന്റെ അകവും പുറവും എല്ലാം അത് തൗഹീദുമാണ്. അതുപോലെ ശിർക്കിനെതിരെയുള്ള പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് ഹജ്ജിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഹജ്ജിനെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ, അതുപോലെ ഹജ്ജിൽ ചെല്ലുന്ന ദിക്റുകൾ, അതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ തൗഹീദ് ഊട്ടി ഉറപ്പിക്കുന്നതായി, തൗഹീദിന്റെ പ്രഖ്യാപനമായി നമുക്കത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക. അഥവാ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹജ്ജും ഉംറയും അത് പൂർണ്ണമായി നിർവഹിക്കുക, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ അത് പൂർണ്ണമായി നിർവഹിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആ ഭവനത്തിലേക്ക് അഥവാ കഅബയിലേക്ക് അവിടെ എത്തിച്ചേരാൻ കഴിവുള്ള ആളുകൾ അവർക്ക് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അത് അല്ലാഹുവിനോടുള്ള നിർബന്ധമായ ബാധ്യതയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന് വേണ്ടി ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് എന്ന നിർബന്ധ ബാധ്യത അത് നിർവഹിക്കുക. അപ്പോൾ അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ. നമ്മുടെ ഇബാദത്തുകൾ അതെല്ലാം, അതിന്റെ എല്ലാ ഇനങ്ങളും എല്ലാ വശങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്ന പാഠമാണ് ഹജ്ജിന്റെ ആയത്തുകൾ നമ്മോട് അറിയിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൽ ഇബാദത്തു ഹഖ്ഖുൻ ലില്ലാഹ്, ഇബാദത്ത് അത് അല്ലാഹുവിന് ലഭിക്കേണ്ട അവകാശമാണ്. അല്ലാഹുവിന് മാത്രമേ നമ്മൾ ഇബാദത്തുകൾ സമർപ്പിക്കാവൂ. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിസ്കാരവും നോമ്പും അതുപോലെ സക്കാത്തും ഒക്കെ ആയിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ഇബാദത്തുണ്ട്, അൽ ഇബാദാത്തു അൽ ബാത്തിന, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്. അൽ മഹബ്ബ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, അൽ ഖൗഫ്, ഭയപ്പെടുക, അതുപോലെ അർ റജാ, പ്രതീക്ഷ, അൽ തവക്കുൽ, ബരമേൽപ്പിക്കുക, അൽ ഖശിയത്തു, അതുപോലെ അർ റഗ്ബത്തു വർ റഹ്ബത്തു, ഭയവും പ്രതീക്ഷയും. ഇങ്ങനെയുള്ള ധാരാളം ഇബാദത്തുകൾ, ഹൃദയം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളുണ്ട്. അതെല്ലാം അല്ലാഹുവിന് മാത്രമേ നൽകാവൂ. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അതിന്റെ എല്ലാ വശങ്ങളും അത് അല്ലാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്ന പാഠമാണ് ഹജ്ജിൽ നിന്നും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിനേന അല്ലാഹുവിന്റെ മുൻപിൽ 17 തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ വിളിച്ച് സഹായം തേടുന്നത്. അപ്പോൾ ഇബാദത്തുകൾ അത് എല്ലാം അല്ലാഹുവിന് മാത്രമാണ് എന്നതാണ് തൗഹീദ്. അല്ലാഹുവിനെയും ആരാധിക്കും, അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ള അമ്പിയാക്കന്മാരെയും സാലിഹീങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കും. അങ്ങനെയല്ല, ഇബാദത്തുകൾ അത് അല്ലാഹുവിന് മാത്രം നൽകുക. അപ്പോഴാണ് ഒരു വ്യക്തിയുടെ തൗഹീദ് അത് പൂർണ്ണമാകുന്നത്. ആ പാഠമാണ് ഹജ്ജിന്റെ ആയത്തുകൾ നമ്മോട് അറിയിക്കുന്ന കാര്യം. രണ്ടാമത്തേത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കവേ അവിടുന്ന് പറഞ്ഞതായി കാണാം അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ, അല്ലാഹുവേ ലോകമാന്യമോ അതല്ലെങ്കിൽ ജനങ്ങളുടെ കീർത്തിയോ ആഗ്രഹിക്കാത്ത ഒരു ഹജ്ജായി നീ ഇതിനെ മാറ്റണമേ, നീ ഇതിനെ ആക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ഇഖ്ലാസിന്റെ കറകളഞ്ഞ പ്രഖ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. നാം നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തുകളും
അതിൽ ഷിർക്കിന്റെ ഒരംശം പോലും അതിലേക്ക് കടന്നു വരാൻ പാടില്ല. വലിയ ഷിർക്കാകട്ടെ ചെറിയ ഷിർക്കാകട്ടെ, വലിയ ഷിർക്കാണെങ്കിൽ നിന്റെ ഇബാദത്തുകളെല്ലാം പൊളിഞ്ഞു പോകും. നീ ഇത്രയും കാലം ചെയ്ത എല്ലാ ഇബാദത്തുകളും അത് നിഷ്ഫലമാണ്. എന്നാൽ ചെറിയ ഷിർക്കാണ് നിന്റെ ഇബാദത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അത് ഏത് ഇബാദത്തിലേക്കാണോ കടന്നു വന്നത് ആ ഇബാദത്തിനെ അത് പൊളിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് രണ്ടു കാര്യമാണെങ്കിലും അത് നിന്റെ ഇബാദത്തിനെ അസ്വീകാര്യമാക്കുന്ന കാര്യമാണ്, അത് തള്ളപ്പെടുന്ന കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. റിയാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ജനങ്ങൾ എന്നെ കുറിച്ച് നല്ലത് പറയണം, അവരുടെ നല്ല കീർത്തി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നത് അത് ആ പ്രവർത്തനത്തെ നിഷ്ഫലമാക്കി കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പലതവണ കേട്ട വാക്കാണ് ഇഖ്ലാസ് എന്നുള്ളത്. നിഷ്കളങ്കം എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സംശുദ്ധമായത്, കളങ്കമില്ലാത്തത്, നിഷ്കളങ്കമായത് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ കറകളഞ്ഞത്, തെളിമയാർന്നത്, ശുദ്ധമായത്, ഇതൊക്കെയാണ് ഇഖ്ലാസ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, കാലികളിൽ നിന്ന് നമുക്ക് പാല് ലഭിക്കുന്നുണ്ട്. ആ പാല് എങ്ങനെയാണ് ലഭിക്കുന്നത്? മിൻ ബൈനി ഫർസിൻ വദമിൻ, ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാല് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ആ പാലിൽ ചാണകത്തിന്റെ അംശമോ അതല്ലെങ്കിൽ രക്തത്തിന്റെ അംശമോ ഒന്നും അതിൽ കലർന്നിട്ടില്ല, മറിച്ച് ശുദ്ധമാണ്. അവിടെ അല്ലാഹു പ്രയോഗിച്ച വാക്കെന്താണ്? ഖാലിസ്, ഇഖ്ലാസ്. അതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ശുദ്ധമായത്, തെളിമയാർന്നത്. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന ഇബാദത്തിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, അത് സംശുദ്ധമായിരിക്കണം. അതിൽ ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അതിലുണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യം, റിയാ എന്ന് പറയുന്നത് അത് ചെറിയ ശിർക്കാണെന്ന് കരുതി അതിനെ ഗൗനിക്കാതിരിക്കാൻ പാടില്ല, മറിച്ച് അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യമാണ്. കാരണം ചെറിയ ശിർക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. ഒരിക്കൽ സഹാബത്ത് അവർ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അരികിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനേക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്ന ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ? എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി അറിയിച്ചു കൊടുക്കുകയാണ്, അശ്ശിർകുൽ ഖഫി, അതാണ് ഗോപ്യമായ ശിർക്ക്, മറഞ്ഞിരിക്കുന്ന ശിർക്ക്. എന്നിട്ട് റസൂലുള്ളാഹി അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണ്, അതൊന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഗോപ്യമായ മറഞ്ഞിരിക്കുന്ന ശിർക്ക് എന്ന് പറഞ്ഞാൽ? അൻ യഖൂമ റജുലു ഫയുസല്ലിയ ഫയുസയ്യിന സ്വലാതഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, ഒരാൾ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അയാൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അയാൾ നമസ്കരിക്കുന്നത് മറ്റൊരാൾ കാണുന്നുണ്ട്, ഞാൻ നമസ്കരിക്കുന്നത് മറ്റൊരാൾ നോക്കിക്കാണുന്നുണ്ട് എന്ന കാരണത്താൽ അയാൾ തന്റെ നമസ്കാരത്തിന് ഭംഗി കൂട്ടുകയാണ്. അതാണ് ഗോപ്യമായ ശിർക്ക്. അഥവാ അയാൾ കാണുന്നതിന് വേണ്ടി, അയാളുടെ മുൻപിൽ ഞാൻ വലിയൊരു നമസ്കാരക്കാരനാണ് എന്നയാൾ പറയുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഭംഗി കൂട്ടുക, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നതാണ് ഗോപ്യമായ ശിർക്കിന്റെ ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ആ റിയാഇനെ തൊട്ടാണ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അപ്പോൾ റിയാ നമ്മുടെ ഇബാദത്തുകളിൽ കടന്നു വരാൻ പാടില്ല എന്ന പാഠമാണ് ഹജ്ജ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. മഹാനായ മഹ്മൂദ് ബിൻ ലബീബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. റസൂലുള്ളാഹി പറയുകയാണ്, സഹാബത്തിനോടാണ് പറയുന്നത്, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം അത് ചെറിയ ശിർക്കാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അർ-റിയാഉ, അതായത് റിയാഇനെ കുറിച്ചാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി, ആളുകളുടെ മുൻപിൽ നല്ലത് ചമയാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, യഖൂലുല്ലാഹു യൗമൽ ഖിയാമത്തി ഇദാ ജസന്നാസ ബിഅഅമാലിഹിം, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകും. ആ സന്ദർഭത്തിൽ ഇത്തരത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി റിയാഓടുകൂടി അമലുകൾ ചെയ്ത ആളുകൾ അവർ കടന്നു വരുമ്പോൾ അവരോട് പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയാണോ അമലുകൾ ചെയ്തത് അവരുടെ അരികിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാ, അവരുടെ അടുക്കൽ നിങ്ങൾക്ക് വല്ല പ്രതിഫലവും കിട്ടുന്നുണ്ടോ, വല്ല പ്രതിഫലവും അവരുടെ അരികിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരോട് പറയുന്നതാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അവരുടെ ആ ശിർക്കിൽ നിന്നും ഞാൻ ധന്യനാണ്. എന്നിട്ട് പറയുന്നു, മൻ അമില അമലൻ
അശ്റക ഫീഹി മഈ ഗൈരി, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുകയാണ്, ഒരു കാര്യം ചെയ്യുകയാണ്, ആ പ്രവർത്തനത്തിൽ അവൻ എന്നോടൊപ്പം മറ്റുള്ളവരെ പങ്കു ചേർക്കുകയാണെങ്കിൽ തറക്തുഹു വശിർക്കഹു, അവനെയും അവന്റെ പ്രവർത്തനത്തെയും ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു, എനിക്കത് ആവശ്യമില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, അറഅയ്ത റജുലൻ ഗസ യൽതമിസുൽ അജ്റ വദ്ദിക്ർ മാ ലഹു. റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു വ്യക്തി അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ്, അദ്ദേഹം യുദ്ധം ചെയ്യുന്നതിലൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്, രണ്ടാമത്തേത് ജനങ്ങളുടെ അരികിൽ നല്ല പ്രശസ്തി ആഗ്രഹിക്കുകയാണ്. ഞാൻ വലിയ പോരാളിയാണ്, യുദ്ധം ചെയ്ത് കീഴടക്കുന്നവനാണ്, അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല കീർത്തി ലഭിക്കണമെന്നുമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. മാ ലഹു റസൂലേ, അവൻ എന്ത് പ്രതിഫലമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ ശൈഅ ലഹ്. റസൂൽ 3 തവണ ആവർത്തിച്ചു എന്ന് കാണാം, ലാ ശൈഅ ലഹ്, അവന് ഒന്നും തന്നെ ലഭിക്കുകയില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഖ്ലാസുള്ള അമലുകൾ, ഇഖ്ലാസ് എന്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന അമലുകൾ, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവെ ദർശിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന അമലുകൾ, അത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറിയ ശിർക്ക് അതിനെ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ അമലുകളെ, ആ അമലിനെ അത് നിഷ്ഫലമാക്കി കളയുകയും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയും ചെയ്യുന്നതാണ് എന്ന പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പരിചയമുള്ള ഹദീസാണ്, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തീർപ്പ് കൽപ്പിക്കുന്നത് 3 വിഭാഗം ആളുകളുടെ വിഷയത്തിലാണ്. ഒന്നാമത്തെ വ്യക്തി ആരാണ്? അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവനാണ്. അഥവാ ജനങ്ങൾ അവനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് അവൻ ഷഹീദാണ് എന്നതാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അള്ളാഹു അവന് പറയും, അവനെ ബോധിപ്പിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, നീ എന്താണ് പ്രവർത്തിച്ചത്? ആ സമയത്ത് ആ വ്യക്തി പറയും, അള്ളാഹുവെ, ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി, അങ്ങനെ നിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടുണ്ട് എന്ന് പറയും. ആ സന്ദർഭത്തിൽ അള്ളാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? നീ എന്തിനു വേണ്ടിയാണ് പോരാടിയത്? ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയ യോദ്ധാവാണ്, ഞാൻ വലിയൊരു ഷഹീദാണ്, പോരാളിയാണ് എന്ന് ജനങ്ങൾക്കിടയിൽ പറയപ്പെടുന്നതിന് വേണ്ടിയാണ്. അത് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ വിഷയത്തിൽ, അതുകൊണ്ട് നീ അതിനു വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ആ വ്യക്തിയോട് പറയുകയും പിന്നീട് ആ വ്യക്തിയുടെ വിഷയത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുകയാണ്. അങ്ങനെ മുഖം നിലത്തൂടെ വലിച്ചടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ആ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുകയാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഖുർആൻ പഠിച്ച വ്യക്തിയാണ്. അള്ളാഹു ആ വ്യക്തിക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അള്ളാഹു ആ വ്യക്തിയെ ബോധിപ്പിക്കുകയാണ്. ആ വ്യക്തി അതെല്ലാം അംഗീകരിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, നിനക്ക് നൽകിയ ആ നിഅമത്ത് കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? ആ വ്യക്തി പറയുന്നു, ഞാൻ നിന്റെ മാർഗത്തിൽ ഇൽമു പഠിക്കുകയുണ്ടായി, അത് ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി, ഞാൻ ഖുർആൻ ഓതുകയുണ്ടായി. ആ സമയത്ത് അള്ളാഹു പറയുന്നു, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ഇൽമു പഠിച്ചത്, നീ ഒരു ആലിമാണ്, വലിയൊരു പണ്ഡിതനാണ് എന്ന് ജനങ്ങൾ നിന്നെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്, അവർ നിന്നെ കുറിച്ച് അങ്ങനെ ധരിക്കുന്നതിന് വേണ്ടിയാണ്. നീ ഖുർആൻ പാരായണം ചെയ്തത്, നീ വലിയൊരു ഖാരി ആണ്, അങ്ങേയറ്റം ശബ്ദമാധുര്യത്തോടു കൂടി ഓതുന്നവനാണ് എന്ന് ജനങ്ങൾ എന്നെ കുറിച്ച് പറയണം, അവരങ്ങനെ ധരിക്കണം, അതിനുവേണ്ടിയാണ് നീ ഖുർആൻ പാരായണം ചെയ്തത്. അങ്ങനെ അവന്റെ വിഷയത്തിലും ആ വ്യക്തിയുടെ വിഷയത്തിലും അള്ളാഹു കൽപ്പന പുറപ്പെടുവിപ്പിക്കുകയാണ്. അവനെയും മുഖം നിലത്തൂടെ വലിച്ചഴിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകിയ അത് കനിഞ്ഞു നൽകിയ വ്യക്തിയാണ്. ആ വ്യക്തിക്കും അള്ളാഹു അവന് നൽകിയ നിഅമത്തുകൾ അള്ളാഹു അവനെ ബോധിപ്പിക്കുകയും അങ്ങനെ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് നൽകിയ ആ സമ്പത്ത് കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? ആ വ്യക്തി പറയും, അള്ളാഹുവെ, നിന്റെ മാർഗത്തിൽ ധാരാളം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, പറ്റിയ വഴികളിലെല്ലാം ഞാൻ ധാരാളമായി അത് ചെലവഴിച്ചിട്ടുണ്ട്. ആ സമയത്തും പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നീ സമ്പത്ത് ചെലവഴിച്ചത്, നീ വലിയ ഉദാരനാണ്, നീ വലിയ സഹായിയാണ്, നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്നൊക്കെ ജനങ്ങൾ നിന്നെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്, അതൊക്കെ ജനങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷയത്തിലും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുകയും അങ്ങനെ അവനെയും മുഖം നിലത്തൂടെ വലിച്ചഴിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. നാം അങ്ങേയറ്റം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഹദീസാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഇത്തരത്തിലുള്ള ചെറിയ ശിർക്കുകൾ, ഇത്തരത്തിൽ നമ്മുടെ നിയ്യത്തുകൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസ് കേൾക്കുന്ന സമയത്തെല്ലാം
അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീഴാറുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സലഫുകൾ അവർ ഉപദേശിച്ചതായി കാണാം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് വളരെ കുറച്ചാണെങ്കിലും ആ ചെയ്യുന്ന അമലുകൾ അത് കൃത്യമാക്കുവാനും അതുപോലെ നിയ്യത്തുകൾ നന്നാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. നീ കുറച്ചാണ് നമസ്കരിക്കുന്നതെങ്കിലും നിന്റെ നമസ്കാരം അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ നിയ്യത്തുകൾ നന്നാകാതെ ധാരാളം ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്ന് സലഫുകൾ അവർ ഉപദേശിച്ചതായി കാണാം. അതാണ് ഹജ്ജിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള വലിയ പാഠമാണിത്. റിയായിൽ നിന്ന്, ആളുകളുടെ കീർത്തിയിൽ നിന്ന് നമ്മുടെ ഇബാദത്തുകളെല്ലാം മുക്തമാക്കുകയും ഇഖ്ലാസ് ഉണ്ടാവുകയും ചെയ്യുക എന്ന വലിയ പാഠമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ആ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഹ്റാമിൽ പ്രവേശിച്ചതോടുകൂടി ഹാജിമാർ അവർ തൽബിയത്തിന്റെ വചനങ്ങൾ അവർ ഉറക്കെ ഉരുവിടുന്നതായി കാണാം. ആ തൽബിയത്തിന്റെ വചനത്തെക്കുറിച്ച് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫഅഹല്ല ബിത്തൗഹീദ്, തൗഹീദിന്റെ വചനങ്ങൾ, തൗഹീദിന്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് അത് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തൽബിയത്ത് ചൊല്ലിയിരുന്നത്. അപ്പോൾ തൽബിയത്തിന്റെ വചനങ്ങളെ, അതിനെ തൗഹീദ് എന്നാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പരിചയപ്പെടുത്തുന്നത്. തൽബിയത്തിന്റെ വാക്കുകൾ അത് പരിശോധിച്ചാൽ അത് പൂർണ്ണമായും തൗഹീദായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറയുന്ന തൽബിയത്തിന്റെ വചനങ്ങൾ അത് തൗഹീദിന്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ആ തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകളാണ്. എന്താണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞാൽ? ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ ഞാനിതാ നിന്റെ വിളിയാളം കേട്ട്, ഹജ്ജിനുള്ള നിന്റെ വിളിയാളം കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വേണ്ടി ഞാനിതാ നിന്റെ മുൻപിൽ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്കുത്തരമേകി ഞാനിതാ വന്നിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക, എല്ലാ സ്തുതിയും അത് നിനക്കാണ്, എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്റേതാണ്. വൽ മുൽക്, അതുപോലെ എല്ലാ അധികാരവും, അതിന്റെ യഥാർത്ഥ ആധിപത്യം അത് നിനക്കാകുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നതാണ് തൽബിയത്തിലൂടെ ഒരാൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തി അവൻ തൽബിയത്ത് ചൊല്ലുമ്പോൾ അവന്റെ ചുറ്റുമുള്ള വസ്തുക്കൾ അതെല്ലാം ഏറ്റു ചൊല്ലുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി മിൻ ഹജറിൻ ഔ ശജറിൻ ഔ മദരിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, സഹൽ ഇബ്നു സഅദ് അസ്സാഇബി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുസ്ലിമായ ഒരു വ്യക്തി അവൻ തൽബിയത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ അവന്റെ ആ തൽബിയത്ത് കേട്ടുകൊണ്ട് അവന്റെ വലതുഭാഗത്തുള്ള അല്ലെങ്കിൽ ഇടതുഭാഗത്തുള്ള കല്ലുകളും മരങ്ങളും അതുപോലെ തന്നെ മൺകട്ടകളും അതെല്ലാം അത് തൽബിയത്ത് അവർ ഏറ്റു ചൊല്ലുന്നുണ്ട്. ഹത്താ തൻഖതിഅൽ അർദു മിൻ ഹാഹുനാ വഹാഹുനാ, അഥവാ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ വസ്തുക്കളും, ഉണങ്ങിയതും പച്ചപ്പുള്ളതുമായ എല്ലാ വസ്തുക്കളും, നിർജീവമായ വസ്തുക്കളൊക്കെ ഈ തൽബിയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമായ തൽബിയത്ത് അവർ അതിങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്, അവർ റബ്ബിനെ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം തൽബിയത്തിന്റെ ചില ശ്രേഷ്ഠതകൾ, ആ തൽബിയത്തിന്റെ ചില ഫവായിദുകൾ പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത്, അന്നഹ തതദമ്മനുൽ മഹബ്ബത ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ അടങ്ങാത്ത ഇഷ്ടവും സ്നേഹവുമാണ് തൽബിയത്തിലൂടെ ഒരു ഹാജി പ്രഖ്യാപിക്കുന്നത്, ഒരു മുസ്ലിമായ വ്യക്തി അവൻ പ്രഖ്യാപിക്കുന്നത്. കാരണം ലബ്ബൈക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരമേകി ഞാനിതാ വന്നിരിക്കുന്നു, നിന്റെ കൽപ്പനകൾ പാലിക്കാൻ കീഴ്പ്പെട്ടുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ഇതെപ്പോഴാണ് പറയുന്നത്? നമുക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരാളോടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുക. അതുകൊണ്ട് തന്നെ ലബ്ബൈക എന്നുള്ള വാക്കുകൾ അത് ആവർത്തിച്ച് തൽബിയത്തിൽ പറയുന്നുണ്ട്. അത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തെയാണ് അറിയിക്കുന്നത്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവിനെയാണ് അത് അറിയിക്കുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, അന്നഹ തതളമ്മനുൽ ഇഖ്ലാസ്, ആ തൽബിയത്ത് അത് ഇഖ്ലാസിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുൻപ് പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്തുകൾ ചെയ്യുക. ഇബാദത്ത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക, അത് സംശുദ്ധമാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹുവ റൂഹുൽ ഹജ്ജി, ഹജ്ജിന്റെ ആത്മാവെന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്, അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. അത് തന്നെയാണ് തൽബിയത്തിലൂടെയും ഒരു ഹാജി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബൽ റൂഹുൽ ഇബാദാതി കുല്ലിഹ, എല്ലാ ഇബാദത്തുകളുടെയും അതിന്റെ ആത്മാവെന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത്
അത് റൂഹില്ലാത്ത ശരീരം പോലെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തെൽബിയത്തിലൂടെ ഒരു ഹാജി അദ്ദേഹം പ്രഖ്യാപിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവെ, ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അത് നിനക്ക് മാത്രമേ നൽകൂ. ആരാധനക്കർഹനായി അള്ളാഹുവെ, നീ അല്ലാതെ മറ്റാരുമില്ല, നിനക്ക് യാതൊരു പങ്കാളികളുമില്ല എന്ന പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ ആശയവും അർത്ഥവുമാണ് തെൽബിയത്തിലൂടെ ഊട്ടിയുറപ്പിക്കുന്നതും അതിലൂടെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നതും. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിമീങ്ങളായ ആളുകൾ, അതിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ എന്താണ്? അവർ അള്ളാഹുവിന് പുറമെ പല ആളുകളിലേക്കും അവർ തിരിഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ സഹായതേട്ടങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ഭയപ്പാടുകൾ ഇതെല്ലാം അള്ളാഹുവിന് പുറമെ മറ്റുള്ള വസ്തുക്കളിലേക്ക് അവർ തിരിച്ചുവിട്ടിരിക്കുകയാണ്. അമ്പിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, സാലിഹീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, വഹീദ്ദീൻ ഷെയ്ഖിനെയും ബദരീങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമായ ഈ തൗഹീദ് അവർ ശരിക്ക് പഠിക്കുകയും അതിന്റെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. തെൽബിയത്തിലെ ഓരോ വാക്കുകളും നമുക്ക് പരിശോധിക്കാം. ഇന്നൽ ഹംദ വന്നിഅമത ലക്, എല്ലാ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിൽ നിന്നാണ്, എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്റേതാണ് എന്നാണ് തെൽബിയത്തിലൂടെ ഒരു ഹാജി പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, നിങ്ങളിൽ അനുഗ്രഹമായി എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എന്ത് തന്നെ അനുഗ്രഹമുണ്ടോ അതൊക്കെ ഇന്ന ഇന്ന വലിയകളിൽ നിന്നാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കേവലം 30 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ കോഴിക്കോട് മടവൂരിൽ മരണപ്പെട്ട CM എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ ഒരു വലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ, അദ്ദേഹമാണ് എല്ലാ അനുഗ്രഹങ്ങളും അത് നിനക്ക് നൽകിയത് എന്ന രൂപത്തിൽ പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന പിഴച്ചുപോയ ത്വരീഖത്തിന്റെ, കള്ള ത്വരീഖത്തിന്റെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തെൽബിയത്തിൽ വളരെ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ് ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന പ്രഖ്യാപനം. അത് തെൽബിയത്തിൽ അങ്ങേയറ്റം പ്രശസ്തി സ്ഥാനമർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മക്ക മുശ്രിക്കുകളായ ആളുകൾ അവരുടെ തെൽബിയത്തിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ ഹജ്ജ് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുമായിരുന്നു ലബ്ബൈക ലാ ശരീക ലക്, അവർ തെൽബിയത്ത് ചൊല്ലും. അപ്പോൾ എന്ത് മനസ്സിലായി? മുശ്രിക്കുകളായ ആളുകൾ അവർ ഹജ്ജ് നിർവഹിക്കാറുണ്ട്, അവർ ഇത്തരത്തിലുള്ള ഇബാദത്തുകളൊക്കെ നിർവഹിക്കാറുണ്ട്, അവർ നമസ്കരിക്കാറുണ്ട് എന്നൊക്കെ മനസ്സിലായി. പക്ഷേ അവരെ അതൊന്നും ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചില്ല. കാരണം എന്താണ്? അവർ അതോടൊപ്പം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ തെൽബിയത്ത് ചെല്ലുമ്പോൾ ലബ്ബൈക ലാ ശരീക ലക്, അള്ളാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറയും? നിങ്ങൾ അവിടെ നിർത്തുക. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ അവർ അവിടെ നിർത്തിയില്ല. അവരെന്ത് പറഞ്ഞു? ഇല്ലാ ശരീകൻ ഹുവ ലക, അള്ളാഹുവേ ഒരു പങ്കുകാരൻ ഒഴികെ, തംലികുഹു വമാ മലക്, ആ പങ്കുകാരനെയും ആ പങ്കുകാരൻ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവേ നീയാണ് എന്ന് അവർ അവരുടെ തെൽബിയത്തിൽ പറയാറുണ്ട്. അഥവാ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യന്മാർ, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ലാറ്റയും ഉസ്സയും മനാറ്റയും അതുപോലെയുള്ള വസ്തുക്കളൊക്കെ, അതൊക്കെ അവരൊക്കെ അള്ളാഹുവെ പോലെ സ്വയം കഴിവുള്ള ആളുകളാണ്, അള്ളാഹുവെ പോലെ ഒരു സൃഷ്ടാവാണ് എന്നവർ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, അള്ളാഹു നൽകിയ കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്ന വാദമായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവർ വിശ്വസിച്ചിരുന്നത്. നോക്കൂ, തെൽബിയത്തിൽ അവർ എന്തൊരക്രമമാണ് ചെയ്തത്? അവരുടെ ശിർക്കിന്റെ പ്രവർത്തനങ്ങളെ അവർ തെൽബിയത്തിലേക്ക് കൂട്ടിക്കടത്തുകയാണ്. അള്ളാഹുവിന് പുറമെ അവർ ഒരു പങ്കാളിയെ നിശ്ചയിക്കുകയാണ്. ആ പങ്കാളിയെയും ആ പങ്കാളി എന്തിനെയൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെൽബിയത്തിലൂടെ കടുത്ത അന്യായമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതേ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ഒക്കെ പോകുന്ന ആളുകൾ, വഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നവർ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ച് തേടാനുള്ള കാരണം, അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ന്യായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ എന്താണ് പറയാറുള്ളത്? ഞങ്ങൾ സഹായം തേടുന്ന ആളുകൾ അവർക്ക് സ്വന്തമായ നിലയിൽ കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർ സ്വന്തമായ നിലക്ക് വല്ല ഉപകാരം ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർ സ്വന്തമായ നിലക്ക് വല്ല ഉപദ്രവവും തടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർ സ്വയം പര്യാപ്തരാണ് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്
എന്ന ന്യായം തന്നെയാണ് ഈ കാലത്തുള്ള ശിർക്കിന്റെ ആളുകളും അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവരവരുടെ ശിർക്കൻ പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞ അതേ ന്യായം മറ്റൊരു വാക്കിലൂടെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളക്കരയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരാൾ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം പറഞ്ഞതാണ്, മുഹീദ്ദീൻ ശൈഖ് വെറും മുഹീദ്ദീൻ ശൈഖാണ് എന്ന വിശ്വാസത്തിൽ, അഥവാ മുഹീദ്ദീൻ ശൈഖിന് സ്വയം കഴിവുണ്ട് എന്നൊന്നും വിശ്വസിക്കുന്നില്ല, മുഹീദ്ദീൻ ശൈഖ് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് കേരളക്കരയിൽ തലയെക്കെട്ട് കെട്ടിയ ചില ആളുകൾ അവരൊക്കെ പ്രസംഗിച്ചു പോയിട്ടുണ്ട്. അഥവാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ, ഇറാഖിൽ മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ശൈഖ് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കുമെന്നും അദ്ദേഹം ഉത്തരം ചെയ്യുമെന്നും അവർ വിശ്വസിക്കുകയാണ്. അതിനവർ പറയുന്ന ന്യായം എന്താണ്? മുഹീദ്ദീൻ ശൈഖിന് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, മുഹീദ്ദീൻ ശൈഖ് അള്ളാഹുവിനെ പോലെ തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകൂ എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് പറഞ്ഞ അതേ ന്യായമാണ് ഇത്തരത്തിലുള്ള ആളുകളും അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ശിർക്കിന്റെ ആളുകൾ, അവർ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ശിർക്ക് എന്തായിരുന്നു അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് അവർ ജനങ്ങളെ തടയുന്നത് അതാണ്. കാരണം എന്താണ്? മക്കയിലെ മുശ്രിക്കുകളുടെ ശിർക്ക് എന്താണ് എന്ന് പഠിച്ചാൽ അതേ ശിർക്ക് തന്നെയാണ് ഇന്നും, അതേ ന്യായങ്ങൾ തന്നെയാണ് ഇന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും അവരുടെ ഇത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന്, ആ കച്ചവടത്തിൽ നിന്ന് ആളുകൾ മാറുകയും ചെയ്യും എന്ന ഭയപ്പാട് കൊണ്ട് അവർ അതിനെ എതിർക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവർ അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് വിശ്വസിച്ചത് എന്താണ് എന്ന് അവരുടെ തെൽബിയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ, പോകാനിരിക്കുന്ന ആളുകൾ, അവരൊക്കെ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള ജാറങ്ങളൊക്കെ സിയാറത്ത് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഹജ്ജിന് പോകുന്നതിന് മുൻപ് ഈ ജാറത്തിലൊക്കെ പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് അവരുടെ പ്രീതിയും അവരുടെ പൊരുത്തവും ഒക്കെ കിട്ടാൻ വേണ്ടി, അവരോട് ആവലാദികൾ പറയാൻ വേണ്ടി ജാറങ്ങളൊക്കെ തെണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അവർ തൗഹീദിന്റെ ഇത്തരത്തിൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവരുടെ തെൽബിയത്തും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെൽബിയത്തും അതൊന്ന് പഠിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ അവർ ചെന്ന് ചാടില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ്. നബിയെ പറയുക, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം അതെല്ലാം ലോകരുടെ റബ്ബായ അള്ളാഹുവിന് മാത്രമാണ്. ലാ ശരീക ലഹു, അള്ളാഹുവിന് അവന് പങ്കുകാരില്ല എന്ന് നബിയെ താങ്കൾ പ്രഖ്യാപിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. ഇതാണ് തെൽബിയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട തൗഹീദിന്റെ പാഠങ്ങൾ. അടുത്തതായി തവാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. എന്താണ് തവാഫ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന നിലക്ക് ആ ഉദ്ദേശത്തോടു കൂടി പരിശുദ്ധ കഅബയെ നമ്മുടെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് ഹജറുൽ അസ്വദിൽ നിന്ന് ആരംഭിച്ച് ഹജറുൽ അസ്വദിൽ തന്നെ അവസാനിക്കുന്ന രൂപത്തിൽ 7 തവണ കഅബയെ വലയം ചെയ്യുക, അതിനെ ചുറ്റുക, അതിനാണ് എന്ത് പറയുക? തവാഫ് എന്ന് പറയുക. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ തവാഫ് എന്ന് പറയുന്നത് അത് ഹജ്ജിലെയും ഉംറയിലെയും അതിന്റെ റുക്നാണ്. അതൊഴിവാക്കിയാൽ ഹജ്ജും ഉംറയും അത് ശരിയാവുകയില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ, അവർ കഅബയെ, ആ പുരാതനമായ ആ ഭവനത്തെ അവർ തവാഫ് ചെയ്തു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം, കഅബയുടെ ചുറ്റും, അതിനു ചുറ്റും മാത്രമേ തവാഫ് ചെയ്യാൻ ദീനിൽ അനുവാദമുള്ളൂ. ഭൂമിയിലെ മറ്റ് ഇടങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഇബാദത്തുകൾ എന്ന നിലക്ക് തവാഫ് ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹു സ്വീകരിക്കുകയില്ല, അത് ബാത്തിലാണ് എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിത ലോകത്ത് അവർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ കഅബയല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്. അതെന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ബിദ്അത്തായ പുത്തനാചാരമായ കാര്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും, കെട്ടി ഉയർത്തിയ ഖബറുകൾ, ജാറങ്ങൾ, അവിടെ പോയി തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ പുണ്യം പ്രതീക്ഷിക്കപ്പെടുന്ന മരങ്ങൾ, കല്ലുകൾ, അതിന്റെ അടുത്തൊക്കെ പോയി തവാഫ് ചെയ്യുന്ന, അതിനെ വലയം ചെയ്യുന്ന ആളുകളുണ്ട്. അത് നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻകാല പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ശക്തമായ താക്കീതുകൾ നൽകിയതായി കാണാം. ഇമാം നവവി റഹിമഹുല്ലാ ശാഫിഈ പണ്ഡിതനാണ്.
രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ യജൂസു അൻ യുതാഫ ബിഖബ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് തവാഫ് ചെയ്യൽ അനുവദനീയമല്ല. കാരണം തവാഫ് ചെയ്യൽ അത് കഅബയുടെ ചുറ്റും മാത്രമേ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് അടിസ്ഥാനം. എന്നിട്ട് റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ച ശേഷം അദ്ദേഹം വീണ്ടും പറയുകയാണ്, ജനങ്ങളിൽ അധിക ആളുകളും അപ്രകാരം ചെയ്യുന്നുണ്ട് എന്ന കാര്യം അതിൽ നീ എന്താക്കരുത്, വഞ്ചിതനാകാൻ പാടില്ല. മറിച്ച് ഫഇന്നൽ ഇഖ്തിദാഅ വൽ അമൽ ഇന്നമാ യകൂനു ബിൽ അഹാദീസ് വഅഖ്വാലിൽ ഉലമാ. സഹീഹായ ഹദീസുകളും അതുപോലെ വിവരമുള്ള സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ അവരുടെ വാക്കുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ, അതാണ് നാം പിൻപറ്റേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും. അതല്ലാതെ വിവരമില്ലാത്ത വിഡ്ഢികളായ സാധാരണക്കാർ നബിയുടെ ഖബറിന്റെ അരികിൽ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതിനെയല്ല നീ പിൻപറ്റേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം 2 ഹദീസുകൾ എടുത്തു കൊടുത്തതായി കാണാം. നമുക്കറിയുന്ന ഹദീസാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതാണ്, അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കുന്നതല്ല. അതുപോലെ തന്നെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം അതാരെങ്കിലും ദീനിൽ പ്രവർത്തിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഈ 2 ഹദീസുകളും ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം നൽകിയതായി കാണാം. അതുകൊണ്ട് ഖബറിന്റെ അരികിൽ അവിടെ തവാഫ് ചെയ്യുക എന്നുള്ളത് അത് പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. കഅബയുടെ അടുക്കൽ, കഅബയുടെ ചുറ്റും മാത്രമേ ഈ ഒരു കാര്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വഖദ് ഇത്തഫഖൽ മുസ്ലിമൂന അലാ അന്നഹു ലാ യുശ്റഉ തവാഫു ഇല്ലാ ബിൽ ബൈത്തിൽ മഅമൂർ ഐ അൽ കഅബ. കഅബയുടെ ചുറ്റുമല്ലാതെ തവാഫ് ചെയ്യാൻ പാടില്ല. അതാണ് കഅബയുടെ ചുറ്റും തവാഫ്, കഅബയുടെ ചുറ്റിൽ മാത്രമേ തവാഫ് ചെയ്യാവൂ എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിത ലോകം അവർ ഐക്യകണ്ഠേന ഇജ്മാഅോടുകൂടി പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലാ യജൂസു തവാഫു ബിസഖറതി ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിലെ അവിടെ ഒരു പാറയുണ്ട്, ആ പാറയെ പോയി തവാഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വലാ ബിഹുജ്റത്തിൻ നബി, നബിയുടെ റൂം, നബി മരണപ്പെട്ട അവിടെയാണ് നബി മറമാടപ്പെട്ടത്, അഥവാ നബിയുടെ ഖബർ, അത് തവാഫ് ചെയ്യാൻ പാടില്ല. വലാ ബിൽ ഖുബ്ബ അല്ലതി ഫീ ജബൽ അറഫാത്ത്. അറഫയുടെ കുന്നിൽ, ആ മലയിൽ കാണുന്ന കുബ്ബകൾ, അവിടെയും തവാഫ് ചെയ്യാൻ പാടില്ല. വലാ ഗൈരി ദാലിക്, ഇതല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ അവിടെയൊന്നും തവാഫ് ചെയ്യൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അല്ലെ? അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്. അജ്മീറിലേക്കും നാഗൂറിലേക്കും അവിടേക്കൊക്കെ പോയി, ഏർവാടിയിലേക്കൊക്കെ പോയി അവിടെ ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും. തവാഫ് ചെയ്യുക എന്നുള്ളത് അതൊരു ഇബാദത്തായി, അവിടെ ഒരു കർമ്മമായി സ്വീകരിച്ച ആളുകളുണ്ട്. അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജറുൽ അസ്വദ് ചുംബിക്കുക, അതുപോലെ തന്നെ റുക്നുൽ യമാനി അത് തടവുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ അവർക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ റുക്നുൽ യമാനി അത് കൈകൊണ്ട് തൊട്ട് തടവുക എന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കഅബയുടെ ഈ 2 മൂലകൾ, ഈ 2 കോർണറുകളാണ് ഇത്തരത്തിൽ ചുംബിക്കാനും തടവാനും അനുവാദമുള്ളത്. ഇതല്ലാത്ത മറ്റ് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ, പള്ളിയുടെ മറ്റ് ഭാഗങ്ങൾ, മതിലുകൾ, ചുമരുകൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അവിടുത്തെ മഖാമു ഇബ്രാഹിം, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസിലെ പാറ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചുംബിക്കുവാനോ അതൊക്കെ കൈകൊണ്ട് തൊട്ട് തടവുവാനോ അതൊക്കെ ബറക്കത്തെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ അവരെല്ലാവരും ഏകോപിച്ചിരിക്കുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കാറുണ്ട്, ആ ഹജറുൽ അസ്വദ് റുക്നുൽ യമാനി നമ്മൾ തടവാറുണ്ട്, അല്ലെ? ആ ഹജറുൽ അസ്വദ് നമ്മൾ ചുംബിക്കുന്നത് എന്തർത്ഥത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ചുംബിച്ചു എന്നതുകൊണ്ട് നമ്മളും അത് ചെയ്യുന്നു. അതല്ലാതെ ആ കല്ല് അത് ഉപദ്രവങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലല്ല നമ്മൾ അത് ചെയ്യുന്നത്. അതാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന വേളയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നി അഅലമു അന്നക ഹജർ ലാ തദുറു വലാ തൻഫഅ. യാതൊരു ഉപദ്രവവും ഉടമപ്പെടുത്താത്ത കേവലം ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്കറിയാം.
എന്നിട്ട് പറയുകയാണ് വലൗല അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ഇത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. എന്തിനാണ് അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചത്? കാരണം ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന കുറെ ആളുകൾ അവിടെയുണ്ട്. അവരൊന്നും എന്ത് ധരിക്കാൻ പാടില്ല? ജാഹിലിയ്യ കാലത്ത് മുശ്രിക്കുകളായ ആളുകൾ അവർ ചില കല്ലുകൾക്ക് ചില ദിവ്യത്വം കൽപ്പിച്ചിരുന്നു. ആ കല്ലുകൾ ഉപകാര ഉപദ്രവങ്ങൾ ഉടമപ്പെടുത്തിയിരുന്നു. ആ അർത്ഥത്തിലാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് എന്നവർ ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അത് പ്രഖ്യാപിച്ചത്. ആ കല്ല് ചുംബിക്കാനുള്ള അതിന്റെ പിന്നിലുള്ള ചേതോവികാരം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക, അവിടുത്തെ ഇത്തിബാഅ് മാത്രമാണ് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിവരമില്ലാത്ത ആളുകൾ നമുക്ക് കാണാം ഹജ്ജിന് പോയ സന്ദർഭത്തിലൊക്കെ, അതല്ലെങ്കിൽ ഉംറക്ക് പോകുന്ന സമയത്തും നമുക്ക് കാണാം കണ്ടതും പിടിച്ചതുമൊക്കെ ചുംബിക്കുന്ന ആളുകൾ. അതിനൊരിക്കലും ദീനിൽ അത്തരത്തിലുള്ള തെളിവുകളില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തതായി മനസ്സിലാക്കാനുള്ളത്, ആറാമതായി, തവാഫ് ചെയ്തതിനു ശേഷം മഖാമു ഇബ്രാഹിമിന് പിന്നിൽ 2 റക്അത്ത് നമസ്കാരം സുന്നത്തുണ്ട്. ആ നമസ്കാരത്തെ കുറിച്ച് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിൽ ഓതിയ സൂറത്ത് ഏതാണ്? ഫഖറഅ ഫീഹാ ബിത്തൗഹീദ് വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. തൗഹീദും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 റക്അത്തുകളിൽ ഓതിയിട്ടുള്ളത്. അഥവാ സൂറത്തു അൽ കാഫിറൂൻ, അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിനെ അത്തൗഹീദ് എന്നാണ് വിശേഷിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ 2 സൂറത്തുകൾ അതിന് പ്രത്യേകതയുണ്ട്. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനാണ് പാരായണം ചെയ്യുന്നത്. അതിലൂടെ പ്രഖ്യാപിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെയും നിഷേധിക്കുകയാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല എന്ന നിഷേധമാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം അത് നിരർത്ഥകമാണ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നിൽപ്പെട്ട ഒന്നാമത്തെ നഫിയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 2ാമത്തെ റക്അത്തിൽ പറയുന്ന കാര്യം എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു അവൻ ഏകനാണ്. അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങളിൽ, അള്ളാഹു അവന് നൽകപ്പെടേണ്ട ഇബാദത്തുകളിൽ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ, വിശേഷണങ്ങളിൽ അള്ളാഹു ഏകനാണ്. അതിൽ മറ്റൊരാളെ പങ്കു ചേർക്കാൻ പാടില്ല എന്ന തൗഹീദാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ തൗഹീദിന്റെ 2 റുക്നുകൾ അൽ ഇസ്ബാത്തു വന്നഫി, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകളെല്ലാം നിഷേധിക്കുകയും ഇബാദത്തിന് അർഹനായവൻ അത് അള്ളാഹു മാത്രമാണ് എന്ന പ്രഖ്യാപനമാണ് ആ 2 റക്അത്തിലും അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. 7ാമതായി ഹജ്ജിന്റെ കർമ്മമാണ് തവാഫും നമസ്കാരവും ഒക്കെ കഴിഞ്ഞ് സഫാ മർവക്കിടയിലുള്ള സഈ. ആ സഫാ മർവക്കിടയിൽ സഈ നടത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചരിത്രമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ മുലകുടി പ്രായമുള്ള മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മാതാവായ ഹാജറ ബീവിയെയും ഫിലസ്തീനിൽ നിന്നും അങ്ങ് ദൂരെയുള്ള മക്കയിലേക്ക് അദ്ദേഹം കൊണ്ടാക്കുകയാണ്. ആൾതാമസമോ അതുപോലെ തന്നെ മറ്റുള്ള കച്ചവടങ്ങളോ ഒന്നും തന്നെ അന്ന് മക്കയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം കൊണ്ടാക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ ഭാര്യ ഹാജറ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആരാരുമില്ലാത്ത, മനുഷ്യരില്ലാത്ത, ചെടികളോ സസ്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു നാട്ടിൽ ഞങ്ങളെ തരിച്ചാക്കി താങ്കൾ തിരിച്ചു മടങ്ങുകയാണോ ഇബ്രാഹിം? അദ്ദേഹം ഒന്നും മറുപടി കൊടുത്തില്ല. ആ ഭാര്യ വീണ്ടും വീണ്ടും ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. ആ സമയത്ത് അവർ തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹു താങ്കളോട് കൽപ്പിച്ചിട്ടാണോ താങ്കൾ ഇവിടെ ഞങ്ങളെയുമാക്കി പോകുന്നത്? ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നഅം എന്നൊരു മറുപടി കൊടുക്കുകയാണ്. ആ സമയത്ത് ആ സ്ത്രീ അവർ പറയുന്നു, ഇദൻ ലാ യുദയ്യിഉന, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കൈയൊഴിയുകയില്ല എന്ന പ്രഖ്യാപനം അവിടുന്ന് മഹരിയായ ഹാജറ അലൈഹിസ്സലാം അവർ നടത്തുകയാണ്. അങ്ങനെ അവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് സഫാ മർവക്കിടയിൽ അവരിങ്ങനെ ഓടുകയാണ്, നടക്കുകയാണ്. അതിന്റെ ഓർമ്മയാണ് ഇന്നും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ സഫാ മർവക്കിടയിലുള്ള സഈ എന്ന് പറയുന്നത്. ദാഹം കൊണ്ട് അതുപോലെ വിശപ്പ് കൊണ്ട് അവശയായി അവരിങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംസം എന്ന വെള്ളം അവർക്ക് വേണ്ടി നൽകുന്നത്. ഇന്നും ഉറവ വറ്റാതെ ആ വെള്ളം അത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു നമ്മെ കൈയൊഴിയുകയില്ല എന്ന അവരുടെ പ്രഖ്യാപനം അതവിടെ നടപ്പിലാവുകയാണ്. അള്ളാഹു അവരെ കൈയൊഴിയുന്നില്ല. അവർക്ക് ഭക്ഷണങ്ങളും വിഭവങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. ഈ ഒരു തൗഹീദിന്റെ പാഠം, തവക്കുൽ എന്ന് പറയുന്നത്, അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട രംഗമാണ്. സഫാ മർവക്കിടയിലുള്ള
സഈനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത്. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ, വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. നമ്മുടെ അഭയസ്ഥാനം, നമ്മുടെ അവലംബം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിച്ചതുപോലെ അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സൂ, കഷ്ടപ്പെട്ടവൻ, പ്രയാസത്തിലകപ്പെട്ടവൻ, അവനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉത്തരം നൽകുന്നവൻ, അതുപോലെ തന്നെ വിഷമത്തിലകപ്പെട്ടവൻ അവന്റെ വിഷമം നീക്കിക്കൊടുക്കുന്നവൻ, അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് വിഷമത്തിലകപ്പെടുമ്പോൾ, അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ സ്വയമായി പ്രാർത്ഥിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അവൻ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിനേക്കാൾ അവന് ഉത്തമമായ കാര്യം എന്താണ്? സ്വയം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം അവൻ എന്താണ്? അവൻ കഷ്ടത അനുഭവിക്കുന്നവനാണ്. അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പോൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് സ്വയം പറയുക എന്നുള്ളത് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കുക. എട്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു, ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കർമ്മമാണ് ദുൽഹിജ്ജ 10 ബലികർമ്മം എന്ന് പറയുന്നത്. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരു മൃഗത്തെ ബലി കഴിക്കുന്ന ദിവസമാണ്. ആ ദുൽഹിജ്ജ 10 പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ബലി കഴിക്കുന്ന മറ്റൊരു ദിവസവും തന്നെയില്ല. അതുകൊണ്ടാണ് ദുൽഹിജ്ജ 10 പേരെന്താണ്? യൗമുൻ നഹർ അഥവാ ബലിയുടെ ദിവസം എന്ന പേരിലാണ് ആ ദിനം അറിയപ്പെടാറുള്ളത്. ബലി നടത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് എന്താണ്? ആ മൃഗത്തിന്റെ മാംസമോ രക്തമോ ഒന്നുമല്ല. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ ഒന്നുമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്. വലാകി യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ബലികർമ്മത്തിന് വേണ്ടി ബാഹ്യമായ തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ആന്തരികമായി നമ്മൾ ചെയ്യുന്ന ബലികർമ്മം അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നുള്ള വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ വലിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഖുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി. നുസുക്കി എന്ന് പറഞ്ഞാൽ എന്റെ ബലികർമ്മം. അതാർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും റബ്ബിന് വേണ്ടി ബലി അർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ശൈത്താന്മാരെയും ജിന്നുകളെയും ഒക്കെ സേവിക്കുന്ന ആളുകൾ, അവരെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ജിന്നുകളെയും അതുപോലെ ജിന്നുമാരൊക്കെ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ഇത്തരത്തിലുള്ള ശൈത്താനുമാർക്ക് മൃഗങ്ങളെ ബലിയെടുക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അള്ളാഹുവിൽ ശിർക്കാകുന്ന കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചതായി കാണാം. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്കായി ബലി നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു ശപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ആട്ടി അകറ്റപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന ഒരു പ്രവർത്തനമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അറിയിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തൗഹീദിന്റെ വിളംബരമായ ഹജ്ജിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിൽ വിശ്വാസപരമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചത്. ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും അത് അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അതിന് സാക്ഷ്യം വഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിൽ തൗഹീദ് മുറുകെ പിടിച്ച് ബിദ്അത്തുകളിൽ നിന്നെല്ലാം ഒഴിവായി സുന്നത്തിൽ അധിഷ്ഠിതമായി ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഹജ്ജിൽ നിന്നും ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അറിഞ്ഞ സത്യം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്.